സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2024-25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ലിസണിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സെന്റൻസസ് ആൻഡ് ക്രോസ് മാർക്ക് അഗെയിൻസ്റ്റ് ദ റോങ് വൺസ്. അപ്പൊ നിങ്ങൾ ടീച്ചർ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ചുവടെ കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട് അല്ലേ, ആ സെന്റൻസസിലെ ശരിയായ സെന്റൻസസിന് ടിക്ക് മാർക്ക് ഇടുക, തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ടീച്ചർ ഒരു സ്റ്റോറി വായിക്കും, അത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുക. സ്റ്റോറി ഇതാണ് കേട്ടോ. One day, Rocky got a fish. He sat under a tree and started to eat that fish. Suddenly, some street dogs came there. "Give us that fish," they barked at Rocky. "No, I won't," Rocky said. The street dogs tried to snatch the fish. Rocky started running and the street dogs followed him. "Stop there," the street dogs said. The mother crow and her friends were watching this. "Caw-caw," the crows flew down and pecked the dogs' heads with their sharp beaks. "Run, run," the dogs cried and ran away. Rocky felt happy and he thanked the mother crow. അപ്പൊ ഇതാണ് കേട്ടോ സ്റ്റോറി. സ്റ്റോറി മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് സെന്റൻസസ് വായിക്കാം. അതിലെ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടുക, തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, വൺ ഡേ റോക്കി ഗോട്ട് എ ഫിഷ് എന്നാണ് കേട്ടോ. ആണല്ലേ, ഒരു ദിവസം റോക്കിക്ക് ഫിഷ് കിട്ടിയെന്ന് തന്നെയല്ലേ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്. ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. നെക്സ്റ്റ്, സം സ്ട്രീറ്റ് ഡോഗ്സ് അറ്റാക്ക് റോക്കി. എന്താണ്, ചില തെരുവ് നായ്ക്കള് റോക്കിനെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ് അല്ലെ, കറക്റ്റ് സെന്റൻസ് അല്ലേ, ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ദെൻ തേർഡ് വൺ, ദ സ്ട്രീറ്റ് ഡോഗ്സ് വർ എഫ്രെയ്ഡ് ഓഫ് റോക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തെരുവ് നായ്ക്കൾക്ക് റോക്കിനെ പേടിയായിരുന്നു എന്നാണ് അല്ലെ. പേടിയായിരുന്നോ? അല്ല. അപ്പൊ ഇത് കറക്റ്റ് സെന്റൻസ് അല്ല അല്ലെ, ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ദെൻ ഡി നോക്കാം. ദ മദർ ക്രൂ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹെൽപ്ഡ് റോക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മക്കാക്കയും അവളുടെ ഫ്രണ്ട്സും റോക്കിനെ സഹായിച്ചു എന്നാണ്. സഹായിച്ചു അല്ലേ, അപ്പൊ അത് കറക്റ്റ് സെന്റൻസ് ആണല്ലോ. ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ദെൻ ലാസ്റ്റ് സെന്റൻസ് നോക്കാം. റൺ റൺ സെഡ് ദ മദർ ക്രൂ. എന്താണ് റൺ റൺ എന്ന് പറഞ്ഞത് മദർ ക്രോ ആണോ? മദർ ക്രോ അല്ല അല്ലേ പറഞ്ഞത്, ഡോഗ്സ് അല്ലേ, സ്ട്രീറ്റ് ഡോഗ്സ് അല്ലേ പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റ് സെന്റൻസ് അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് ഇടുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 2, റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. കഥ വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് ചുവടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാനാണ് കേട്ടോ. അപ്പൊ സ്റ്റോറി നമുക്ക് വായിക്കാം. ഇറ്റ് വാസ് എ സണ്ണി ഡേ. Princess Julia was swimming in the sea. Her diamond crown was sparkling in the sunlight. A fisherman saw her from a distance. "Wow, a beautiful crown. I want that crown," he thought. The fisherman rowed his boat towards the princess. Julia saw the boat coming towards her. She started swimming back home, but the fisherman threw a net over her. The net fell on Julia and she was trapped. "Help me," she cried. A shark heard her cry and came to help Julia. The shark opened its mouth and followed the boat. The fisherman trembled with fear. He let Julia go away and escaped from there. Julia became happy. She thanked the shark. അപ്പൊ ഇതാണ് സ്റ്റോറി. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, പ്രിൻസസ് ജൂലിയ വാസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. പ്ലേയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, സ്വിമ്മിങ് ഇൻ ദ സീ, സ്ലീപ്പിംഗ് ഓൺ ദ ബെഡ്, ഡാൻസിങ് ഇൻ ദ പാലസ്. ഇതിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രിൻസസ് ജൂലിയ? സ്വിമ്മിങ് ഇൻ ദ സീ അല്ലെ, കടലില് നീന്തുകയായിരുന്നു അല്ലെ. അപ്പൊ സ്വിമ്മിങ് ഇൻ ദ സീ എന്ന് എഴുതുക കേട്ടോ. അടുത്തത്, ദ ഫിഷർമാൻ ട്രാപ്ഡ് ജൂലിയ യൂസിങ് എ സ്റ്റിക്ക്, യൂസിങ് എ നൈഫ്, യൂസിങ് എ നെറ്റ്, യൂസിങ് എ ഹുക്ക്. മീൻപിടുത്തക്കാരൻ ജൂലിയനെ കുടുക്കിയത് എന്തുപയോഗിച്ചിട്ടാ? യൂസിങ് എ നെറ്റ് ആണല്ലേ. യൂസിങ് എ നെറ്റ്, സി ആണല്ലേ കറക്റ്റ് ആൻസർ. അവിടെ സി എഴുതുക കേട്ടോ, യൂസിങ് എ നെറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫിഷർമാൻ ബിക്കം എഫ്രേഡ്? എന്തുകൊണ്ടാണ് ഫിഷർമാന് പേടിച്ചത് എന്നാണ് കേട്ടോ. എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട് ആണോ? ഹി ലോസ് ദ നെറ്റ്. ജൂലിയ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഹി സോ ദ ഡയമണ്ട് ക്രൗൺ. എന്തുകൊണ്ടാണ് ഫിഷർമാൻ പേടിച്ചത്? എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട് അല്ലെ, അതായത് ഒരു സ്രാവ് അയാളുടെ ബോട്ടിനെ പിന്തുടർന്നു അല്ലെ, അതുകൊണ്ടല്ലേ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, എ വേർഡ് ഇൻ ദി സ്റ്റോറി മീൻസ് ഷൈനിങ്. ഫൈൻഡ് ദ വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ കഥയിലെ ഒരു വേർഡ് ഇളങ്ങുക എന്ന അർത്ഥം വരുന്നതാണ്. അതായത് വേർഡ് ഏതാന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്വിമ്മിങ് ആണോ, കമ്മിങ് ആണോ, സ്പാർക്ലിംഗ് ആണോ, ഹെൽപ്പിംഗ് ആണോ? സ്പാർക്ലിംഗ് എന്നാണ് അല്ലെ. സ്പാർക്ലിംഗ് എന്ന് എഴുതുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഷർമാൻ കോട്ട് ജൂലിയ ഫോർ ഗെറ്റിംഗ് എന്നാണ് കേട്ടോ. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിഷർമാൻ ജൂലിയനെ പിടിച്ചത്? ഓപ്ഷൻസ് നോക്കാം. എ ഗിഫ്റ്റ്, ദ ഡയമണ്ട് ക്രൗൺ, എ റിംഗ്, ദ നെറ്റ്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജൂലിയനെ പിടിച്ചത്? ഡയമണ്ട് ക്രൗൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഡയമണ്ട് ക്രൗൺ എന്ന് എഴുതുക കേട്ടോ. അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റീസ്. അതായത് അടുത്ത 4 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 3 അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതിലത്തെ 3 എഴുതുക കേട്ടോ. അപ്പൊ ആക്ടിവിറ്റി 3 നോക്കാം. കോൺവേഴ്സേഷൻ ആണ്, സംഭാഷണമാണ്. റോക്കി സേവ്ഡ് ദ ക്രോ ആൻഡ് ഹെർ ബേബീസ് ഫ്രം ദ റെയിൻ. The next day, Rocky was lying under the tree. He was very hungry. He felt sad. The crow saw this. She came near Rocky with a surprise gift for him. Complete the conversation between Rocky and the crow. അപ്പൊ നമുക്ക് കോൺവെർസേഷൻ എഴുതാനാണ്. റോക്കി കാക്കേനെയും അതുപോലെ തന്നെ അതിന്റെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചിരുന്നു അല്ലെ. ഇപ്പൊ റോക്കി ഇവിടെ കിടക്കുന്നത് മരത്തിന്റെ അടിയിൽ കിടക്കുകയാണ്, വിശന്ന് കിടക്കുകയാണ്, അല്ല വിഷമത്തിലാണ് കേട്ടോ. അപ്പൊ ക്രോ ഇത് കണ്ടിട്ട് ക്രോ റോക്കിയുടെ അടുത്തേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ക്രോ ഹലോ റോക്കി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം കേട്ടോ. അപ്പൊ സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. റോക്കി മരത്തിന്റെ അടിയിൽ വിഷമിച്ച് കിടക്കുകയാണ് അല്ലെ, വിശന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ക്രോ വന്നിരിക്കുന്നത് കണ്ടോ, ക്രോന്റെ കയ്യിൽ കണ്ടോ ചിറകിന്റെ ഇടയിൽ ഒരു ബോണിന്റെ പീസ് കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ബോൺ പീസുമായിട്ടാണ് വന്നിരിക്കുന്നത് റോക്കിക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എന്താ വരിക? ഹലോ റോക്കി എന്ന് ക്രോ പറയുമ്പോ റോക്കി എന്താണ് പറയാ? ഹലോ മദർ ക്രോ എന്ന് പറയൂ അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാം. അപ്പൊ ക്രോ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ഹാപ്പൻ ടു യു, വൈ ആർ യു സാഡ് എന്ന് ചോദിക്കൂ അല്ലെ. എന്താ നിനക്ക് പറ്റിയത്, നീ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവൂ അല്ലെ. അപ്പൊ റോക്കി എന്താ പറയാ? ഐ ഫീൽ ഹംഗ്രി, ഐ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ് ടു ഈറ്റ് ടിൽ നൗ. ഒന്നുമില്ലെങ്കിൽ ഐ ഫീൽ ഹംഗ്രി എന്ന് എഴുതലും മതി കേട്ടോ. അതായത് എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കേട്ടോ. അപ്പൊ ക്രോ എന്താണ് പറയാ? ഡോണ്ട് വറി, ഐ ഹാവ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ യു എന്നല്ലേ. അതായത് വിഷമിക്കണ്ട, എന്റെ കയ്യിൽ നിനക്കായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ ക്രോ പറയുന്നത്. അപ്പൊ റോക്കി എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക? സർപ്രൈസ് ഗിഫ്റ്റ്, വാട്ട്സ് ദാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. സർപ്രൈസ് ഗിഫ്റ്റോ, എന്താണത് എന്ന് ചോദിച്ചിട്ടുണ്ടാവൂല്ലേ. അവർ ക്രോ എന്താണ് പറയാ? ഇറ്റ് ഈസ് എ പീസ് ഓഫ് ബോൺ. എന്താണ്? ഇതൊരു എല്ലിന്റെ കഷ്ണാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ക്രോ. എന്തായിരിക്കും റോക്കി പറഞ്ഞിട്ടുണ്ടാവുക? താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഓ താങ്ക് യു മൈ ഡിയർ എന്ന് കേട്ടോ. അങ്ങനെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആക്ടിവിറ്റി 4 റിഡിൽസ് ആണ്. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ഫ്രം ദ സ്റ്റോറീസ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഐഡന്റിഫൈ ദം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥകളിലെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് റിഡിൽസ് ആണ് ചുവടെ തന്നിരിക്കുന്നത്. അവരെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഐ ആം റിയലി പ്രിറ്റി, ഐ വെയർ എ ഡയമണ്ട് ക്രൗൺ, ഐ ലിവ് ഇൻ എ ഗ്ലാസ് പാലസ് ഇൻ ദ സീ, ഹു ആം ഐ എന്നാണ് കേട്ടോ. ആരാണത്? പ്രിൻസസ് ജൂലിയ ആണ് അല്ലെ. പ്രിൻസസ് ജൂലിയ എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഐ ലിവ് ഇൻ ദ സീ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്, I stopped the men from putting waste in the sea, who am I എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണത്? ബ്ലൂ വെയിൽ ആണ് അല്ലെ. അപ്പൊ ബ്ലൂ വെയിൽ എന്ന് എഴുതുക കേട്ടോ. തേർഡ് വൺ, he chased the cat, he likes bonds, he can bark, he saved the mother crow, who is he? ആരാണ് അവൻ? റോക്കി ദ പപ്പി ആണ് അല്ലെ. റോക്കി ദ പപ്പി എന്ന് എഴുതുക കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ മദർ ക്രോ, റൈറ്റ് എ റിഡിൽ അബൌട്ട് ഹെർ. ഇവിടെ മദർ ക്രോന്റെ പിക്ചർ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവളെ കുറിച്ചിട്ടുള്ള ഒരു റിഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഷീ ഈസ് ബ്ലാക്ക് ഇൻ കളർ, ഷീ ഹാസ് 3 kids, she snatched the bone of Rocky, who is she? Activity 5, add more lines. The starfish, the goldfish and the dolphin went to the glass palace for Julia's birthday party. They met Julia and handed over the gifts. The starfish began to sing a song. സ്റ്റാർഫിഷും ഗോൾഡ് ഫിഷും ഡോൾഫിനും ജൂലിയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഗ്ലാസ് പാലസിൽ പോയി കേട്ടോ. അവര് ജൂലിയനെ ചെയ്തു. അവര് ജൂലിയക്ക് ഗിഫ്റ്റ്സ് എല്ലാം കൊടുത്തു. അപ്പൊ സ്റ്റാർഫിഷ് ഒരു സോങ് പാടുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഓ പ്രിറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഐ ദ സ്റ്റാർഫിഷ് ഹിയർ ഗിവിംഗ് യു എ നൈസ് ഗിഫ്റ്റ്.
കംപ്ലീറ്റ് ദ സോങ് ബൈ ആഡിങ് മോർ ലൈൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഹോ പ്രിറ്റി പ്രിൻസസ് ഹാപ്പി ബർത്ത്ഡേ ടു യു നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നേരത്തെ സ്റ്റാർ ഫിഷ് ആണ് പാടിയത് അല്ലെ. അടുത്ത് നമുക്ക് ഗോൾഡ് ഫിഷ് പാടുന്ന പോലെ എഴുതാം. നെക്സ്റ്റ് നമുക്ക് ഡോൾഫിൻ പാടുന്ന പോലെ എഴുതാം കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതാം? ഐ ദ ഗോൾഡ് ഫിഷ് ഹിയർ ഗിവിംഗ് യു എ, നേരത്തെ സ്റ്റാർ ഫിഷ് പാടിയത് നൈസ് ഗിഫ്റ്റ് എന്നല്ലേ, ഗിവിംഗ് യു എ നൈസ് ഗിഫ്റ്റ് എന്നാണ് അല്ലെ. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഐ ദ ഗോൾഡ് ഫിഷ് ഹിയർ ഗിവിംഗ് യു എ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് എഴുതാം. അടുത്തത് ഓ പ്രിറ്റി പ്രിൻസസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അടുത്തത് ആരാ പാടുന്നത്? ഡോൾഫിൻ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാ? ഐ ദ ഡോൾഫിൻ ഹിയർ ഗിവിംഗ് യു എ ക്യൂട്ട് ഗിഫ്റ്റ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഗിവിംഗ് യു എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്ന് എഴുതാം കേട്ടോ. അത് ഏത് വേണമെങ്കിലും എഴുതാം. ആക്ടിവിറ്റി 6 ഗ്രീറ്റിംഗ് കാർഡ്. എ ന്യൂ ഇയർ ഈസ് കമ്മിങ് ആഫ്റ്റർ ഡിസംബർ. പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്. റീഡ് ബ്യൂട്ടിഫുള്ളി എന്നാണ് കേട്ടോ. ഡിസംബറിന് ശേഷം ന്യൂ ഇയർ വരികയാണ്. അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സ്കാനായിട്ട് ഒരു ഭംഗിയുള്ള ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് നല്ല ഭംഗിയിൽ കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്ന സ്പേസിൽ നല്ല ഭംഗിയിൽ ഒരു ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് കളർ ചെയ്യും വേണേ ഇതുപോലെ ചെയ്താൽ മതി.